സാറേ, നല്ല പോലീസുകാരാണ് എന്നെ വളർത്തിയത്. മോശം പോലീസുകാരുടെ അനുഭവം കൊണ്ട് എനിക്ക് നല്ലൊരു വ്യക്തിയാകാൻ, അതായത് ഒരു പഠന നിലവാരം കുറച്ചും കൂടി ഉയർത്താൻ പറ്റിയിട്ടുണ്ട്. നമസ്കാരം. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഏറെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയ ആളാണ് വീണ മണി. എന്നാൽ ഈ സ്ത്രീക്ക് നേരെ നിരവധി സൈബർ ആക്രമണങ്ങളാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അവർ പബ്ലിസിറ്റിക്ക് വേണ്ടി പറഞ്ഞുകൂട്ടുന്ന നുണകളാണ് എന്ന് തുടങ്ങി അവർക്ക് ഭ്രാന്താണ് എന്ന് പോലുമുള്ള കമന്റുകൾ സഖാക്കളുടെ ഭാഗത്തു നിന്നുമുണ്ടായി. എന്നാൽ വീണാമണി കേരള സമൂഹത്തിന് വെറും ഒരു വഴിപോക്കിയല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന തെളിവുകൾ. മുൻപും പൊതുജന നന്മയ്ക്ക് വേണ്ടി ഒട്ടേറെ പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് വീണാമണി. സാമൂഹ്യ പ്രവർത്തക, പരിസ്ഥിതി പ്രവർത്തക എന്നിങ്ങനെ പല ഭൂഷണങ്ങൾക്കും അർഹയാണ് അവർ. എന്നാൽ സത്യത്തിനോടൊപ്പം നിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ പിണറായി പോലീസ് എന്നും അവർക്കെതിരായിട്ടാണ് പ്രതികരിച്ചിട്ടുള്ളത്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിരാഹാര സത്യാഗ്രഹം കിടക്കുന്നതിനിടയിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും തനിക്ക് ഏൽക്കേണ്ടി വന്ന ക്രൂരമായ അനുഭവത്തെക്കുറിച്ച് ക്രൈമിനോട് തുറന്നു പറയുകയാണ് വീണാമണി. ഇപ്പോൾ അവരുടെ വാക്കുകളിലേക്ക്. നമസ്കാരം വീണാമണി. നമസ്തേ. ഞാൻ വിളിച്ചത് നമ്മുടെ ഒരു പഴയ ഒരു പാരിസ്ഥിതിക പ്രശ്നവുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് വീണാമണി ഒരു സമരം വർഷങ്ങൾക്ക് മുമ്പ് കിടന്ന ഒരു നിരാഹാര സമരവും അന്നും പോലീസ് വളരെ മോശമായി പെരുമാറിയ ഒരു സംഭവവും ഉണ്ട്. ഇങ്ങനെ പോലീസിന്റെ ആ പെരുമാറ്റം നേരത്തെ ഉണ്ടായ ഒരു അനുഭവം കൂടെ ഉണ്ട്. എനിക്ക് ആ സംഭവത്തെക്കുറിച്ചും അന്നുണ്ടായ ആ അനുഭവത്തെക്കുറിച്ചും ഒന്ന് ചുരുക്കി പറയാമോ? സാറേ, നല്ല പോലീസുകാരാണ് എന്നെ വളർത്തിയത്. മോശം പോലീസുകാരുടെ അനുഭവം കൊണ്ട് എനിക്ക് നല്ലൊരു വ്യക്തിയാകാൻ, അതായത് ഒരു പഠന നിലവാരം കുറച്ചും കൂടി ഉയർത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ രണ്ടും പറയണല്ലോ, നല്ല വ്യക്തികളും ഉണ്ട്, മോശം ആൾക്കാരുണ്ട്. എന്നെ തിരിച്ചറിയാതെ ഉണ്ടായ ഒരു സംഭവമാണ്. അന്ന് ബാലശാസ്ത്ര കോൺഗ്രസ് അവാർഡ്, ബാലകൃഷ്ണാസ്ത്ര കോൺഗ്രസ് അവാർഡ്, അങ്ങനെ പരിസ്ഥിതി ഉച്ചകോടി അവാർഡ് ഒരുപാട് ഞാൻ എന്റെ പ്രബന്ധങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു പരിസ്ഥിതിയായി ബന്ധപ്പെട്ടിട്ട്. അപ്പോ അങ്ങനെയായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഓരോ വർഷവും 10,000-ലധികം തൈകൾ ഞാൻ ഈ ജൂൺ മാസത്തിൽ നടാറുണ്ടായിരുന്നു. അതിനെ പരിപാലിച്ചിരുന്നു, അതിനെ വെള്ളം നനച്ചിട്ട് നല്ല രീതിയിൽ വൃത്തിയായി സൂക്ഷിച്ചിരുന്നു. അപ്പൊ അങ്ങനെ ഇന്ന് ഇരിക്കൂർ പോലീസ് സ്റ്റേഷൻ എന്ന പരിസരത്ത് ഞാൻ ഒരുപാട് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ നട്ടുപിടിപ്പിച്ച വൃക്ഷത്തൈകൾ ഇന്നും മാമ്പഴം ഉണ്ടാകുന്നുണ്ട്, സപ്പോർട്ട ഉണ്ടാകുന്നുണ്ട്, അവിടെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ 2014 ജനുവരി ആ മാസം ആദ്യം തന്നെ 1-ാം തീയതിയാണ് ഡേറ്റ്. അപ്പോ ആ ഡേറ്റിന്റെ സമയത്ത് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരു ദിനേശൻ എന്നൊരു എസ്ഐ, അദ്ദേഹം എനിക്കെതിരെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് ഒരു FIR ഇട്ടിട്ട് കേസെടുത്തു. പക്ഷെ FIR ഇട്ടിരിക്കുന്നത് ഞാൻ അവിടെ ഉണ്ടാകുന്നില്ല എന്നിട്ട് ഒരു കള്ളക്കേസ് എടുത്തതായിരുന്നു. പക്ഷേങ്കിൽ ആ കള്ളക്കേസിൽ ഞാൻ തൃപ്തിയല്ല, എനിക്ക് കോടതിയിൽ പോകാൻ ഞാൻ തയ്യാറാണെന്ന് പറയുകയും കോടതിയിൽ എന്നെ എത്തിക്കുന്നത് ഞാൻ തിരിച്ചു പോകാത്തത് കൊണ്ടായിരുന്നു. എന്നെ ജീപ്പിൽ കയറ്റി അവിടെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും നല്ല മോശമായ രീതിയിൽ എന്നോട് പെരുമാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നട്ടുപിടിപ്പിച്ച വൃക്ഷത്തൈകൾ എനിക്ക് പരിപാലിച്ച് സംരക്ഷിച്ചു പോരുന്നതിന് സർക്കാർ എനിക്കൊരു ഐഡന്റിറ്റി അന്ന് തന്നിട്ടുണ്ടായിരുന്നു. ആ സീനിയർ സിറ്റിസൺ പദവിയുള്ള ഒരു ഐഡന്റിറ്റി, ഗവൺമെന്റിന്റെ ഐഡന്റിറ്റി എന്റെ കയ്യിൽ ഇന്നും ഉണ്ട്. അപ്പൊ അതിനുശേഷം അവര് ഈ കള്ളക്കേസ് എടുത്തതിന് ശേഷം ഞാനിത് രാജമാണിക്യ സാറിനോട് പറയുകയും ചെയ്തു. അന്ന് രാജമാണിക്യ സാറായിരുന്നു കളക്ടർ, അവന് വേണ്ട വിധത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഉണ്ണിരാജ് സാറായിരുന്നു ഈ കേസ് വന്നതിന് ശേഷം അവിടെ SP ആയി വന്നത്. അവർ രണ്ടുപേരും ഈ കേസ് വന്നതിന് ശേഷമാണ് അവിടെ വന്നിരുന്നത്. പക്ഷെ രണ്ടുപേരും നല്ല എന്താ പറയണ്ടത് സത്യസന്ധമായ ഉദ്യോഗസ്ഥന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആശ്വാസം ഉണ്ടായിരുന്നു. കോടതിയിൽ നിന്നും എനിക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ കോടതിയിൽ കുറെ കഴിഞ്ഞപ്പോൾ ഞാനത് ഹൈക്കോടതിയിൽ എത്തിക്കുകയും ഹൈക്കോടതി അവരോട് ഇരിക്കൂർ പോലീസ് സ്റ്റേഷനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഇത് നിങ്ങൾ മട്ടന്നൂർ പോലീസ് FIR ഇട്ടത് കള്ളക്കേസല്ലേ, അല്ലെങ്കിൽ ഇരിക്കൂർ പോലീസ് സ്റ്റേഷനിൽ ക്യാമറയുണ്ട്, അപ്പൊ ആ ക്യാമറയിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ആ പോലീസുകാർ അത് ജനങ്ങളെയോ അല്ലെങ്കിൽ നീതിപീഠത്തിനെയോ കാണിക്കേണ്ടതാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഒരു കവിത എഴുതി, ഇത് പച്ചമലയാളത്തിലൊക്കെ വന്നതായിരുന്നു. വൃക്ഷങ്ങൾ വെച്ചതും വെട്ടിവീഴ്ത്തി ദാക്ഷിണ്യമില്ലാതെ ചുട്ടരിക്കെ നീമരം നട്ടതും കുറ്റമെന്ന് കോമരം തുള്ളുന്നു മേലാളരും, കേട്ടപ്പോൾ നെഞ്ചകം നീറി നീറി കേണരൂതെന്നു വീണാമണിയും, ഭാഷണം ദൂഷണം എന്നു ചൊല്ലി ഭൂഷണമല്ലാത്ത കാട്ടുനീതി, നേരിന്റെ നേരായ നേരറിയാൻ നേർന്നവർ നേരിനെ തൂത്തെറിഞ്ഞു, ഇല്ലാത്ത കേസുകൾ വച്ചുകെട്ടി വല്ലാത്ത പാപത്തെ കണ്ണുരുട്ടി,
ചെയ്യാത്ത കുറ്റങ്ങൾ എണ്ണി എണ്ണി കയ്യാമം വയ്ക്കാനൊരാജ്ഞ നൽകി. ദുർബലയാകാത്തൊരങ്കനേതൻ നൊമ്പരം നെഞ്ചകത്താരു കണ്ടു. കയ്യാരും ചൊല്ലുവാൻ നിന്നതല്ല കയ്യാളും ധിക്കാരം എങ്ങു നീതി. മിഴികെട്ടി നിൽക്കുന്ന നീതിദേവി അഴകാർന്ന ശില്പമായി മാറല്ല നീ. കൈവല്യ നാടിന്റെ ജാത്യഭംഗി കാണാതെ പോകല്ല ദേവതേ നീ. ഈ പറഞ്ഞിട്ട് ഞാൻ ഈ കവിത എന്റെ കവിതയാണ്. ഇത് ഞാൻ പച്ചമലയാളത്തിലൊക്കെ ഇതാക്കിയതായിരുന്നു. അപ്പൊ ഈ എറണാകുളത്ത് ഇതിനെ സംബന്ധിച്ച് നിരാഹാര സമരമോ മറ്റോ കിടന്നില്ലേ? എറണാകുളത്തെ കളക്ടറേറ്റിലോ? കണ്ണൂരും തിരുവനന്തപുരത്തായിരുന്നു ഇതിന്റെ സമരങ്ങൾ പോയത്. ഈ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലാണോ കിടന്നത്? ആ അപ്പൊ അവിടെ ഏത് പോലീസ് ഓഫീസിലാണ് ഈ മോശമായിട്ട് പെരുമാറി എന്ന ഏഷ്യാനെറ്റിലെ ഒരു വാർത്ത കണ്ടായിരുന്നു, ഒരു പഴയ വാർത്ത. അത് 2014 ഇരിക്കൂർ പോലീസ് സ്റ്റേഷനിലുണ്ടായ വിഷയമാണ്. എസ് ഐ ദിനേശൻ എന്നൊരു വ്യക്തി, അദ്ദേഹം കൂത്തുപറമ്പിലെങ്ങാനാണ് അയാളുടെ വീട്. അപ്പൊ അദ്ദേഹം, ഞാൻ വീണാമണിയാണ്, എന്റെ ഔദ്യോഗികമായിട്ട് എന്താണ് പവർ എന്നൊന്നും ഞാൻ ആരോട് പറയാറുണ്ടായിരുന്നില്ല. ഞാൻ വീണാമണിയാണ്, നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ തീ കത്തിച്ചിരിക്കുന്നുണ്ട്, അത് വെള്ളം നനച്ച് അത് തീ കെടുത്തണം എന്നായിരുന്നു എന്റെ ആവശ്യം. പക്ഷെ അവരതിന് വളരെ ഷൗട്ട് ചെയ്ത് മോശമായ രീതിയിൽ പെരുമാറി എന്നതിനപ്പുറത്ത് അവർ അന്ന് പെരുമാറിയ സ്വഭാവ ദൂഷ്യങ്ങൾ അവിടുത്തെ ക്യാമറയിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും. അവരത് പുറത്തു വിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം. അവസാനിച്ചേ അപ്പൊ ഇങ്ങനെയുള്ള ഈ കള്ളക്കേസുകളൊക്കെ ഇപ്പൊ എനിക്ക് ഭയമൊന്നുമില്ല സാറേ. ഈ പോലീസിന്റെ അന്നത്തെ പെരുമാറ്റവും പിന്നീട് ഗുരുവായൂർ വെച്ചുണ്ടായ പെരുമാറ്റവും ഒക്കെ നമ്മൾ ഈ പിന്നീട് വയനാട് പോയി ബോബിയെ അറസ്റ്റ് ചെയ്ത്, ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന കേസ് ഒരു സിനിമാ താരത്തിന് വേണ്ടി അവരോട് മോശമായി പെരുമാറി എന്ന് പറയുന്നു. അപ്പോ മോശമായി പെരുമാറി എന്ന് പറയുന്ന നമ്മുടെ നിയമപാലകർ തന്നെ നിങ്ങളോട് നിരവധി തവണ ഇങ്ങനെ പെരുമാറിയിട്ടുണ്ട് അല്ലേ? നീതിപാലകന്മാരെന്ന് പറഞ്ഞാല് എന്നെ പിടിച്ചുകൊണ്ടുപോയി എന്റെ വായിൽ ഷോക്ക് തരാൻ നോക്കിയ സന്ദർഭം വരെ ഉണ്ടായിട്ടുണ്ട് ഇവിടുത്തെ നീതിപീഠം പാർട്ടിയും. എന്നിട്ട് അവിടുന്ന് എന്നെ അറിയാവുന്ന വഞ്ചിയൂർ കോടതിയിലെ ജഡ്ജി അനീഷ് കുമാർ സാറ്, അവരാണ് പറഞ്ഞത് ഇവർക്ക് അങ്ങനെ യാതൊരു വിധത്തിലുള്ള മാനസിക പ്രശ്നമില്ല, നിങ്ങൾക്ക് കരുവാക്കാൻ. ആ ജഡ്ജിനോട് പറഞ്ഞത് 1 കോടി രൂപ എന്നെ വിട്ടുതരണമെന്നായിരുന്നു പറഞ്ഞത്. അപ്പൊ ഇച്ചിരി പോന്ന എന്നെ അവര് ഭയക്കുന്നുണ്ട് സാർ. എന്റെ ജീവൻ ഒരുപക്ഷെ ഇല്ലാതാക്കാം, പക്ഷെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ എന്നതുകൊണ്ടും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ വീഡിയോയിലും ഫോണുകളും ഒക്കെ പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് കുറ്റവാളി എന്ന് തിരിയുന്നതായിരിക്കും സാർ. ഏതായാലും ഇങ്ങനെ ഒരു പോലീസിൽ നിന്നുള്ള അനുഭവത്തെ കുറിച്ച് നമ്മളോട് സംസാരിച്ചപ്പോ നമ്മളൊരു പഴയ വീഡിയോ കണ്ടു. ആ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ശരിക്കും നിങ്ങളിലൊരു പഴയ പോരാളി, ഇങ്ങനെയുള്ള കുറച്ച് അനുഭവങ്ങൾ ഉണ്ടല്ലോ എന്ന് കരുതി വിളിച്ചതാണ്. ഏതായാലും പഴയ സംഭവം ഓർത്തെടുത്ത് പറഞ്ഞതിൽ നന്ദി. താങ്ക് യു. അല്ല, കുറെ ആൾക്കാർ ഇതിന്റെ അകത്ത് എന്റെ ഇത് എന്താ പറയേണ്ടത്, ഇതായത് നവീൻ ബാബു സാറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിന്റെ അകത്ത് നെഗറ്റീവ് കമന്റ് ഇട്ടവരോട് എനിക്ക് പറയാനുള്ളത്, അവരുടെ വീട്ടിലും മക്കളുണ്ട്, അവരുടെ വീട്ടിലും സഹോദരന്മാർ. നാളത്തെ തലമുറയിൽ അവർക്ക് ഇനി എന്താണ് സംഭവിക്കാന്ന് പറയാൻ പറ്റൂല. മനപൂർവ്വം ഒരാളെയും നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല എന്നൊരു മെസ്സേജ് സമൂഹത്തിനും കൂടി. നീതി സത്യസന്ധമാണെങ്കിൽ ആർക്കും കിട്ടണം. ആവട്ടെ. താങ്ക് യു.